എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ എലിശ്ശേരിയാണ്. അതിലേക്ക് മത്തങ്ങ 5 പച്ചമുളക് കീറിയിട്ടത്, വൻപയർ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇതെങ്ങനെയാണ് കറി വെക്കണമെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം മതി. ഇത് മുകളിൽ പൊങ്ങി നിൽക്കുന്ന അത്ര വെള്ളം മതി. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. മത്തങ്ങ വേവിക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. മത്തങ്ങയും പയറും വെന്ത് വരുമ്പോഴേക്കിന് തേങ്ങ ചിരകിയെടുക്കുക. ഒരു മുറി തേങ്ങയാണ് നമ്മൾ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് തേങ്ങ, 2 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഉള്ളി അരിഞ്ഞെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. മത്തങ്ങ തുറന്ന് നോക്കാം. മത്തങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച പയറ് കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ച പയറ് കൂടി മത്തനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കൂട്ടി യോജിപ്പിച്ചെടുക്കുക. മത്തങ്ങ വെന്തിട്ടുണ്ട്. നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. താളിപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ചട്ടിയിൽ തന്നെ 2 സ്പൂൺ അരിയാണ് വെള്ളത്തിലിട്ട് കുതിർത്തിയെന്ന് വറുത്തെടുക്കുക. നമ്മുടെ അരിയൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി അതും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. അരിയും തേങ്ങയും ഒക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് മത്തങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. മത്തങ്ങ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.